ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇനി അത് ഞാൻ വിചാരിച്ചാലേ നടക്കൂ. അതെങ്ങനെ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം. അമ്മ ടാബ്ലറ്റിങ് തന്നെ. താ അമ്മേ. തൽക്കാലം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്ന നല്ലത്. പിന്നെ എന്നെ കാണാൻ ഇങ്ങോട്ട് വരണ്ട. CA രാജീവ് വിളിച്ച് മൂർത്തി അവന്തിക അസോസിയേറ്റ്സിലെ സ്റ്റാഫാണെന്ന് അന്വേഷിച്ചിരുന്നു. ആ കോള് വെറുതെ ഒന്നും വന്നതല്ല. എന്നെയും കൂടി ട്രാപ്പിലാക്കാനാ അയാള് ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് മൂർത്തി തൽക്കാലം മാറി നിൽക്കുന്നത് തന്നെയാ നല്ലത്. കോയമ്പത്തൂരിലേക്ക് എങ്ങനെ ഒന്ന് മാറി നിന്നാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. വേണ്ട. തൽക്കാലം ആവശ്യത്തിനുള്ള പണം ഞാൻ മൂർത്തിയുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്തിട്ടുണ്ട്. മൂർത്തിയുടെ മൊബൈലിലേക്ക് ഞാൻ ഒരാളുടെ നമ്പറും അയച്ചിട്ടുണ്ട്. അയാളെ കോണ്ടാക്ട് ചെയ്താൽ മതി. എന്ത് സഹായം വേണേലും അയാൾ ചെയ്തു തരും. ശരി മാഡം. മൂർത്തിയുടെ കയ്യിലുള്ള ഫോൺ ഇനി ഉപയോഗിക്കാതിരിക്കുന്നതാ നല്ലത്. മറ്റേതേലും ഫോണിൽ നിന്ന് അയാളെ വിളിച്ചാൽ മതി. പിന്നെ യാതൊരു കാരണവശാലും എന്നെ ഒരിക്കലും കോണ്ടാക്ട് ചെയ്യരുത്. പ്രശ്നങ്ങളെല്ലാം തീർന്നു കഴിയുമ്പോൾ ഞാൻ മൂർത്തി അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തോളാം. ശരി മാഡം. അമ്മേ, അമ്മേ, എന്തേ കാണിക്കുന്നേ? സമാധാനമായിട്ട് കാര്യം പറഞ്ഞൂടെ നിനക്ക്? നിക്ക. നീ എന്താ ചോദിക്കാൻ വന്നേ? ചോദിച്ചത് കേട്ടില്ലേ? അത് ഫ്രണ്ട്സിന്റെ വീട്ടിൽ സ്ലീപ്പ് ഓവറിന് പോവാൻ. ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോവാനോ? വേണ്ട. അങ്ങനെയുള്ള ഒരു പരിപാടിയും വേണ്ട. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അമ്മേ, ഇത് ഫ്രണ്ട്സ് എല്ലാരും കൂടി തീരുമാനിച്ചതാ. നിന്റെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഫ്രണ്ട്സ് ആണോ? ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. ദേ, മേലിൽ ഇതുപോലുള്ള കാര്യങ്ങളായിട്ട് എന്റെ അടുത്ത് വന്നു പോരുത്. പോരുന്ന വല്ലതും പഠിക്ക്. ചെല്ല്. മോളെ, ചിപ്പി മോളെ, ചിപ്പി. ഇതെവിടെ പോയി? TV കാണുമായിരുന്നോ? മോൾ ഇവിടെ വന്നിരിക്കുവായിരുന്നോ? വാ, ഡിന്നർ കഴിക്കാം. മോൾക്ക് ഇഷ്ടപ്പെട്ട ചിക്കൻ നൂഡിൽസ് ആന്റി ഉണ്ടാക്കിയത്. എനിക്ക് വേണ്ട. എന്തു പറ്റി? സ്കൂളിൽ നിന്ന് വന്നിട്ട് സ്നാക്സ് പോലും കഴിച്ചില്ലല്ലോ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞാ പറ്റില്ലല്ലോ മോളെ. ജെനി ആന്റി വെറുതെ വഴക്ക് വെപ്പിക്കല്ലേ. പാവല്ലേ ജെനി ആന്റി. മോളിത് കഴിച്ചേ. കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? ചിപ്പി മോളെ, എന്താ മോളെ ഇത്? ജെനി ആന്റിക്ക് ജെനി ആന്റിയുടെ കാര്യം, അമ്മയ്ക്ക് അമ്മയുടെ കാര്യം. ചിപ്പിമോളുടെ കാര്യം നോക്കാനോ കേൾക്കാനോ ആരുമില്ല. എനിക്ക് ആരും വേണ്ട, ഫുഡും വേണ്ട. ഇനി ഞാൻ വെള്ളം പോലും കുടിക്കില്ല ഇവിടുന്ന്. ഇനി എന്റെ പിന്നാലെ ഫുഡ് കൊണ്ട് വന്നാണ്ടല്ലോ, ഇനിയും ഞാൻ അറിഞ്ഞു ഓട്ടിക്കല്ല. മോളെ, ഹലോ, അഡ്വക്കേറ്റ് പ്രതാപവർമ്മ സാറല്ലേ? അല്ലല്ലോ, മോളാണ്. ആരാ സംസാരിക്കുന്നേ? ഞാൻ അവന്തിക അസോസിയേറ്റ്സിന്റെ MD അവന്തികയാ. എനിക്ക് സാറിനോടൊന്ന് അത്യാവശ്യമായിട്ട് സംസാരിക്കണമായിരുന്നു. സോറി, ഡാഡി ഒരു കോൺഫറൻസിലാ. തീരാൻ ലേറ്റ് ആവും. നാളെ വിളിക്കൂ. ഇയാളത് എവിടെ പോയി കിടക്കുന്നു? എടാ, താനിത് എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? അതെ മേഡം, എല്ലാം ഓക്കെയാണ്. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. മൂർത്തിയെ ഞാൻ പിക്ക് ചെയ്തോളാം. എന്തൊക്കെ സംഭവിച്ചാലും മൂർത്തി ആ CA രാജീവിന്റെ കൈ കിട്ടരുത്. ഇല്ല മേഡം, ഞങ്ങളുടെ സ്ഥലത്ത് വന്ന് മൂർത്തിയെ തൊടാൻ ഒരു പോലീസിനും പറ്റില്ല. ശരി.
ഇനി എന്നെ ഇങ്ങോട്ട് വിളിക്കണ്ട. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. ശരി മാഡം. മാഡം, എന്താ? മോള് ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. അതിന് ഞാൻ എന്ത് വേണം? ഇതൊക്കെ നീ എന്നോട് വന്ന് പറയുന്ന എന്തിനാ? എന്നെ ഡിസ്റ്റർബ് ചെയ്യാനാ? സമയത്ത് അവക്ക് ആഹാരം കൊടുക്കാനും അവളുടെ കാര്യങ്ങൾ നോക്കാനുമാണ് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് നിനക്കറിയില്ലേ? മോള് വേണ്ടാന്ന് വാശി പിടിച്ചു കിടക്കോ? അവൾ ഇങ്ങനെ വഷളാവുന്നതിന് കാരണം നീ ഒറ്റ ഒരുത്തിയാ. അവളൊന്ന് വാശി പിടിച്ച് കരഞ്ഞാ നീ അതിനൊപ്പം നിൽക്കും. അവള് പറയുന്നിടത്ത് എല്ലാം കൊണ്ടോ കണ്ട പട്ടിയോടും പൂച്ചയോടും ഒക്കെ സംസാരിക്കും. അവള് പറയുന്നതിന് എല്ലാത്തിനും ഒപ്പിച്ച് താളം തുള്ളണമെന്ന് നിന്നോട് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടോന്ന്? ഇല്ല മാഡം. ഇതുപോലുള്ള സില്ലി കംപ്ലൈൻസുമായിട്ട് ഇനി എന്റെ മുമ്പിൽ വന്നു പോയാ അന്ന് നിന്നെ ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിടും. ഒരുപാട് കരഞ്ഞാലോ വിഷമിച്ചാലോ മോൾക്ക് പനി വരും. ചെറിയ കുട്ടിയല്ലേ, അറിയാലോ മാഡത്തിന്. അതുകൊണ്ടാ ഞാൻ. ആര് പറഞ്ഞു അവള് ചെറിയ കുട്ടിയാന്ന്? കാര്യങ്ങൾ തിരിച്ചറിയാനും മനസ്സിലാക്കാനുള്ള പ്രായമേ അവക്കായിട്ടുണ്ട്. ഇങ്ങനെ എപ്പോഴും അവളെ കൊണ്ടു നടന്ന് പാമ്പർ ചെയ്ത് നശിപ്പിക്കുന്നതേ നീയാ. മനുഷ്യനിവിടെ 100 കൂട്ടം പ്രശ്നങ്ങളുമായിട്ട് തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുക. അവക്ക് വിശക്കുമ്പോ എഴുന്നേറ്റ് കഴിച്ചോളും. പൊയ്ക്കോ, പോകാൻ. അമ്മ എന്താ ചെയ്യാൻ പോകുന്നേ? സമൃദ്ധിക്ക് ടാബ്ലറ്റ് കൊടുക്കണ്ടേ? ഞാനിത് കൊണ്ടുപോയി കൊടുത്തിട്ട് വരാം. അമ്മ ഒന്ന് നിന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അമ്മ ആ ടാബ്ലറ്റ് ഇങ്ങ് തന്നെ, ഞാൻ കൊണ്ടു കൊടുക്കാം. അത് വേണ്ട, എന്ന് ഞാനല്ലേ കൊടുക്കുന്നത്. നീ കൊണ്ടു കൊടുത്താ അവൾക്ക് എന്തെങ്കിലും സംശയം തോന്നും. അല്ലെങ്കിൽ തന്നെ അവളിപ്പോ സംശയത്തിന്റെ പിന്നാലെയാ. ഓരോ തവണ ഓരോ കാര്യങ്ങൾ ചോദിക്കുക. ഒരു വിധത്തിലാ ഞാൻ ഈ ടാബ്ലറ്റ് അവളെ കൊണ്ട് കഴിപ്പിക്കുന്നത്. ഇനിയും ഇങ്ങനെ വൈറ്റമിൻ ടാബ്ലറ്റ്സ് കൊടുത്തോണ്ടിരുന്നാ മതിയോ? അമ്മ വിചാരിച്ച കാര്യം നടക്കണ്ടേ? എന്തു കാര്യം? അവർ തമ്മിൽ ഒരുമിച്ചൊരു ജീവിതം വേണ്ടേ? അതിന് ഒരു ദിവസമെങ്കിലും അവർ ഒരുമിച്ച് കിടന്നുറങ്ങണ്ടേ? ഇതുവരെ അമ്മ അതിനുവേണ്ടി എത്ര പ്രാർത്ഥിച്ചു. ഗോകുലിന്റെ പിന്നാലെ നടന്ന് കെഞ്ചി. എന്തെങ്കിലും നടന്നോ? ഇല്ലല്ലോ. ഇനി അത് ഞാൻ വിചാരിച്ചാലേ നടക്കൂ. അതെങ്ങനെ? നീ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊക്കെ ഞാൻ മനസ്സിലാക്കി തരാം. അമ്മ ടാബ്ലറ്റിങ് തന്നെ. താ അമ്മേ.